ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ രാത്രി വന്ന കുറച്ച് കമൻസിന് ഞാൻ റിപ്ലൈ കൊടുത്തില്ല. അത് കഴിഞ്ഞ് ഇത്തിരി നല്ല ബിസി ആയിരുന്നു ഞാൻ. പക്ഷേ കമൻസ് വായിച്ചു, റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അച്ചാറൊക്കെ പിന്നെ പാക്കിങ് ചെയ്യണമായിരുന്നു. ഇത്തിരി എമർജൻസി ഒക്കെ ആയതുകൊണ്ട് നമുക്ക് സമയം ഒട്ടും എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കമൻസ് നോക്കും. അപ്പോൾ അതിൻ്റെ അകത്തെ അഖിലൊരു കമൻറ്റ് എഴുതിയത് അതെന്നെ ഒത്തിരി അങ്ങ് മനസ്സിലങ്ങ് തട്ടി. കാരണം അവൻ പറഞ്ഞത്, ചേച്ചി പ്രൈസമ്മോൻ്റെ ഇഷ്ടത്തിനും പോൾമോൻ്റെ ഇഷ്ടത്തിനും അനുസരിച്ചൊക്കെ ഒരമ്മ എന്ന സ്ഥാനത്ത് മക്കൾക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ അവൻ്റെ അമ്മയും പണ്ട് ജോലി കഴിഞ്ഞ് വരുമ്പം മക്കൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കും. അമ്മമാരുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ടാണ് അതുള്ളയില്ലേ. അപ്പം ഞാൻ അത് ടച്ചാവാൻ കാര്യം മിക്ക മക്കളും അത് മനസ്സിലാക്കത്തില്ല. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഇത്രയും, പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ ആകുമ്പോൾ പിന്നെ ഒന്നും പറയണ്ട. പിന്നെ അങ്ങനെ ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളും കാണും. എൻ്റെ അമ്മ ഇത്രയും കഷ്ടപ്പെടുന്നു, അമ്മയ്ക്ക് വയ്യ, അമ്മയുടെ ഇഷ്ടം മാറ്റി വെച്ചിട്ടാണ് ഞങ്ങളുടെ ഇഷ്ടം. പക്ഷെ അവനത് ഇപ്പോൾ അവൻ അമ്മയിൽ നിന്ന് വേറെ സ്ഥലത്ത് പഠിക്കാനൊക്കെ പോയതുകൊണ്ട് കുറേയും കൂടെ അമ്മയുടെ ഓർമ്മകൾ വരും. അപ്പോൾ അത്രയും അവൻ ചിന്തിച്ചല്ലോ അവൻ്റെ അമ്മയെപ്പറ്റി. എൻ്റെ അമ്മ ഇത്രയും കഷ്ടപ്പെട്ടതാണ്, എൻ്റെ അമ്മ ഇത്രയും, അത് മനസ്സിലാക്കുന്ന മക്കൾ. എനിക്ക് അപ്പോൾ മനസ്സിലായി അവൻ എത്രമാത്രം അമ്മയുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് എൻ്റെ അമ്മയ്ക്ക് എന്നുള്ള ഒരു ഇത്. ഞാൻ ഇവിടെ ആണെങ്കിൽ പോലും ഈ കൊച്ചവനാണെങ്കിൽ പിന്നെയും മമ്മിക്ക് വയ്യാന്നൊക്കെ ചിന്തിക്കും. പക്ഷെ പോൾമോൻ അത്രയില്ല ഇനി. പിന്നെ പക്ഷെ ഞങ്ങളങ്ങനെ അല്ലായിരുന്നേ വളർന്നത്. ഞങ്ങളുടെ അമ്മയ്ക്കൊക്കെ ഇപ്പോഴും എന്തെങ്കിലും ഒന്ന് വയ്യാന്നൊന്ന് കേട്ടാൽ പിന്നെ എനിക്ക് അന്നിവിടെ ആഹാരം പോലും കഴിക്കാൻ തോന്നില്ല. എൻ്റെ പെട്ടെന്ന് ഞാനങ്ങ് ഗ്ലൂമിയാവും. അപ്പോഴേ കഴിച്ചാൽ അറിയാം എന്തെങ്കിലും ഫോൺ വരുമോ എന്തെങ്കിലും ചെയ്തപ്പോൾ. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇവരൊന്നും അങ്ങനൊന്നും പറയാറുമില്ല, ദൂരെ ഇരിക്കുന്നത് കൊണ്ടെന്ന്. പക്ഷെ ഇപ്പോഴും നമുക്കൊക്കെ നമ്മുടെ അമ്മമാരെന്ന് പറഞ്ഞാൽ ഭയങ്കര. പക്ഷെ ഇപ്പോഴത്തെ കൂടുതലും കുഞ്ഞുങ്ങൾ അവർക്കത്ര അത് മൈൻഡ് ചെയ്യത്തില്ല. പിന്നെന്താ, പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മട്ടൻ അച്ചാറൊക്കെ ഇടുന്ന ദിവസമായിരുന്നു. അയ്യോ, ഞാൻ റീച്ചാർഡ് പറയാം, റീച്ച മട്ടന് അച്ചാറിന് വില കൂടിയാലും അതവർക്ക് കുറേയും കൂടെ ടേസ്റ്റായിരുന്നു. കാരണം അത്രയ്ക്ക് വിലയല്ലേ, ബോൺലെസ്സിന് തന്നെ എന്താ വിലയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു നമ്മുടെ അച്ചാർ ഇതിൻ്റെ അകത്ത് ഒരു പുതിയ റെസിപ്പിയും കൂടെ, മട്ടൻ അച്ചാർ. അത് നമ്മൾ ഉണ്ടാക്കി വയ്ക്കത്തില്ല കേട്ടോ എൻ്റെ പൊന്നോ, ആരെങ്കിലും. അതുപോലെ ഞാനത് 1/2 കിലോയോ 1/4 കിലോ ആയിട്ട് ആരെങ്കിലും ഓർഡർ കൊടുത്താലും ഞാനത് ഉടനെ ഉണ്ടാക്കും. കാരണം 1/2 കിലോയോ 1/4 കിലോയോ ഉണ്ടാക്കിയാൽ നമുക്ക് നഷ്ടത്തിന്മേൽ നഷ്ടമായിരിക്കും. പിന്നെ 1 കിലോ തന്നെ നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് കൂടിയ ഇതൊന്നും കിട്ടത്തില്ല. അപ്പം പിന്നെ ആരും അങ്ങനെ അത് പറയേണ്ട ആവശ്യമില്ല. മറ്റൊന്നും ആരും വാങ്ങിക്കത്തില്ല. കാരണം അല്ലാത്തത് തന്നെ നോക്കിയിട്ട് റേറ്റ് നോക്കിയിട്ട് എല്ലാവരും പറയും ഇത്രയും റേറ്റ്. കാരണം അവർ ചിന്തിക്കുന്നില്ല, അത് അവർ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അവരുടെ ക്വാണ്ടിറ്റി കാണും, ക്വാളിറ്റിയും കാണും. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന പിന്നെ അച്ചാറിൻ്റെ മുളക് പൊടിയാണേലും നമ്മൾ വില കുറഞ്ഞ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. മുളക് പൊടിയാണേലും നമുക്ക് പല റേറ്റിലുള്ള മുളക് പൊടിയുണ്ട്. നമ്മളിപ്പോൾ കാശ്മീരി നല്ല കാരണം അച്ചാർ കഴിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, വയറ്റെരിച്ചിലാവട്ടെ ഒരു നെഞ്ചെരിച്ചിലാവട്ടെ, അതൊന്നും എൻ്റെ അച്ചാർ കഴിച്ചവർക്കറിയാം. പിന്നെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുപോലെ നമ്മൾ ഇവിടെ ചെയ്യുന്നത്, നമ്മൾക്കിപ്പോൾ ഒരു കമ്പനിയിൽ നിന്നൊക്കെ അച്ചാർ കിട്ടുവാണെങ്കിൽ അതിൻ്റെ റേറ്റ് കുറവായിരിക്കും. പക്ഷേ അതിൻ്റെ അകത്ത് ക്വാണ്ടിറ്റി തീരെ കുറവായിരിക്കും. നമ്മുടെ ബോട്ടിലിൻ്റെ അകത്ത് നമ്മൾ 1/2 കിലോ കൊടുക്കുന്നെങ്കിൽ 400 ഗ്രാമും അതിൻ്റെ അകത്ത് പീസാണ്. ഗ്രേവി കുറച്ചേ കാണും. അങ്ങനെ നമ്മൾ കൊടുക്കുന്നത്. ചില അച്ചാറൊക്കെ നമ്മൾ ഇടുമ്പം നമുക്ക് നഷ്ടത്തിലായിരിക്കും. ഇപ്പം നിങ്ങൾ എന്തൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? പിന്നെ നമ്മൾ എല്ലാം ചെയ്തല്ലേ പഠിക്കുന്നത്. ഇപ്പോൾ ഓരോ കിലോ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൽ ലാഭം അങ്ങനെ വരത്തില്ല. പക്ഷേ 2-3 കിലോ നമ്മൾ അടുപ്പിച്ച് 3, 4, 5 കിലോ അടുപ്പിച്ചിടുവാണെങ്കിൽ നമുക്കതിൽ ഇത്തിരി ലാഭം കിട്ടും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ നോൺ വെജൊക്കെ നമ്മൾ ഹോം മെയ്ഡ് ആകുമ്പോൾ ഒത്തിരി ഉണ്ടാക്കി വെക്കാനും പറ്റത്തില്ലല്ലേ. അതല്ലാതെ നമ്മളിപ്പം നാട്ടിലെങ്ങാനാണെങ്കിൽ നമ്മുടെ ഇതൊക്കെ നല്ല സെയിലാവും. ഇതിപ്പോൾ നമ്മുടെ യൂട്യൂബിൽ നിന്നൊക്കെയുള്ള കുറച്ച് ആൾക്കാരെല്ലാം വന്നു. പിന്നെ ഈ വെളിയിൽ നിന്നൊക്കെയുള്ള, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു പരിചയത്തിലുള്ള 2-3 വർഷം കൊണ്ട് ആൻറ്റി നാട്ടിൽ വരുമ്പോൾ ഇവിടുന്ന് നാട്ടിലോട്ട് വാങ്ങിച്ചിട്ട് USA കൊണ്ടുപോകും. അങ്ങനെ ആൻറ്റി ചെയ്യുന്നത്.
അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്, സ്ഥിരം ആൾക്കാരുണ്ടെങ്കിൽ നമുക്കത് കുഴപ്പമില്ല. അപ്പം ഞാനിപ്പോൾ നേരത്തെ നല്ലെണ്ണയിലല്ലായിരുന്നു, പറയുന്നവർക്ക് മാത്രമേ ഞാൻ നല്ലെണ്ണയിൽ ഇടത്തുള്ളായിരുന്നു. ഇപ്പം എല്ലാം ഞാൻ നല്ലെണ്ണയിലിടുമ്പോൾ നല്ലെണ്ണയുടെ വില നിങ്ങൾക്കറിയാമല്ലോ എത്രയാണ്, അതനുസരിച്ച് റേറ്റ് കൂട്ടിയിട്ടുണ്ട്. എന്നിട്ടും അധികം റേറ്റ് ഞാൻ നാരങ്ങയ്ക്കാവട്ടെ അതിനൊന്നും റേറ്റ് അങ്ങനെ ഇട്ടിട്ടില്ല. ഈ നോൺ വെജിന് ഇപ്പം നിങ്ങൾക്കറിയാമല്ലേ, ബീഫിന് വില കൂടി, ചിക്കന് വില കൂടി, ഫിഷ് ഇപ്പം കിട്ടാനേ ഇല്ല, എല്ലാത്തിനും വിലയല്ലേ. നമ്മൾ ചെയ്യുന്നതിനുള്ള കൂലി നമുക്ക് കിട്ടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, ഇനി വീഡിയോയിലോട്ട് പോകാമേ. രാവിലെ നമ്മൾ ഉണ്ടാക്കുന്നത് വെള്ളയപ്പവും മുട്ടക്കറിയുമാണ്. വെള്ളയപ്പം എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് കള്ളപ്പം എന്നും പറയാം. ഇത് പക്ഷേ കള്ള് ചേർക്കാത്ത കള്ളപ്പമാണ്. അപ്പോൾ അതിന് മുട്ടക്കറിക്കായിട്ട് ഞാൻ സവാളയും വെളുത്തുള്ളിയും കുഞ്ഞ് പീസ് ഇഞ്ചിയും കറിവേപ്പിലയും ഇതെല്ലാം ഒന്ന് വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ ടൊമാറ്റോയുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഇച്ചിരി കൂടൊക്കെ ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ ഇതിലോട്ട് ഇനി ഞാനൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചു കൊടുത്ത് കുറച്ച് നേരം അത് തുറന്ന് നോക്കിയോണ്ടേ അതൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇച്ചിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നു, ഞാൻ കഴിഞ്ഞ ദിവസം ഇല്ലേ വെജിറ്റബിൾ റീച്ചാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ഞാൻ എന്നാൽ റീച്ചാൻ്റെ ചോദിച്ചില്ല റീച്ച വെണ്ടയ്ക്ക് എത്ര രൂപയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീച്ചാൻ പറഞ്ഞ് 1 കിലോയാ 30 രൂപയെന്ന്. അപ്പം ഞാൻ പറഞ്ഞില്ലേ വെണ്ടയ്ക്ക, അയ്യോ ഇത് 1 കിലോ ഇല്ല, നോക്കിയാണ് 1/2 കിലോ ഉള്ളതെന്ന്. അപ്പോൾ റീച്ച ഇല്ല മലയാളത്തിൽ വെണ്ടയ്ക്കാന്ന് പറഞ്ഞപ്പോൾ ചിന്തിച്ചത് റീച്ചാൻ വെണ്ടയ്ക്കയ്ക്ക് പകരം കോവയ്ക്കാണ് ചിന്തിച്ചത്. അപ്പോൾ ഇല്ല റീച്ചാൻ മലയാളത്തിൽ അത്ര വെണ്ടയ്ക്കയും കോവയ്ക്കൊക്കെ എന്തുവാന്നുള്ളതൊന്നും കണ്ടാൽ അറിയത്തേ ഉള്ളൂ, പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അപ്പോൾ റീച്ചാൻ കണ്ടില്ലായിരുന്നു ഞാൻ ഈ ചോദിക്കുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. കോവയ്ക്ക റീച്ചാൻ 1 കിലോ വാങ്ങിച്ചത്, വെണ്ടയ്ക്കല്ലായിരുന്നു. പക്ഷേ ആൾക്ക് തെറ്റിപ്പോയതാണ്. ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തേ. അപ്പോൾ ഒരു കറിക്ക് നല്ലൊരു ആ മസാലയുടെയൊക്കെ കുത്തലൊന്നും കാണത്തില്ല, നല്ലൊരു ടേസ്റ്റ് കാണും ഒരു ഇച്ചിരി പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് അപ്പോൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഞാൻ, പക്ഷേ മുട്ടക്കറിയുടെ കണ്ടിന്യൂസ് ഇങ്ങനെ വീഡിയോ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കള്ളിന് പകരം ഞാൻ എങ്ങനെയാണ് ഇത് ചേർത്തതെന്നുള്ളത് പറയാം. ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് ഞാനിത് ഒഴിച്ച് വെച്ചിരുന്നത്. ഇപ്പം ഞാൻ കപ്പിൽ ഒഴിച്ചെന്നേ ഉള്ളൂ. ഇന്നലെ ഒരു തേങ്ങ പൊട്ടിച്ച് ആ തേങ്ങാ വെള്ളവും ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും ഇത്രയും ചേർത്ത് ആ തേങ്ങാ വെള്ളം ഞാനൊരു ബോട്ടിലിൻ്റെ അകത്ത് ഒഴിച്ച് വെച്ചിരുന്നു. അതിപ്പോൾ എടുത്തതാണ്. അപ്പം ഇന്നായപ്പോഴത്തേക്കിനത് നല്ല വീര്യമായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇത്രയും ഇപ്പം 2 ഗ്ലാസ് പച്ചരിയാണ് ചേർത്തേക്കുന്നത് കേട്ടോ. അതിലേക്ക് ഇത്ര 5 കൊച്ചുള്ളിയും 2 വെളുത്തുള്ളിയും പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇതിലേക്ക് അരി അരയ്ക്കുമ്പോൾ അരയ്ക്കും. എന്നിട്ട് 1 കപ്പ് തേങ്ങായും അര കപ്പ് ചോറും. മാവ് ഇന്നത്തെ എനിക്ക് തോന്നുന്നു ഈ ചൂടായതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്നങ്ങ് ലൂസാവുന്നതെന്ന്. അപ്പോൾ ഇത് ചുമന്ന് വരാൻ എന്തോ ചെയ്യണമെന്ന് ഞാനിങ്ങനെ മാവ് ഈ മുകൾ വശം നമ്മൾ ഒഴിച്ചിട്ടേ അതിൻ്റെ ആ മാവ് മൊത്തത്തിൽ അങ്ങ് ഡ്രൈ ആവുന്നതിന് മുമ്പിട്ട് ഇച്ചിരി പച്ചപ്പോട് കൂടി തിരിച്ചിടുമ്പോൾ നമുക്ക് ആ സൈഡ് നല്ലൊരു യെല്ലോ കളറിൽ കിട്ടും. അപ്പോൾ എനിക്കങ്ങനെ ആ യെല്ലോ കളറിൽ കിട്ടുന്നതാണ്ട് ഇങ്ങനെ ഈ പരുവായപ്പോഴേ ഞാനങ്ങ് തിരിച്ചിട്ട്, എന്നിട്ട് നമ്മൾ തിരിച്ചിടുന്നുടനെ ആ സൈഡ് നല്ല യെല്ലോ കളറാവും. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഞാൻ ചായക്ക് ഇച്ചിരി ഇഞ്ചിയൊക്കെ ഇട്ട് ചായ ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ അപ്പം ഞാനിവിടെ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അപ്പം ഇവിടെ ഈ പ്രൈസിന് അത്ര താല്പര്യമില്ല, പിന്നെ നിർബന്ധിച്ച് എല്ലാം തിന്നൊന്ന് പഠിക്കണമല്ലേ. അപ്പോൾ ഷേപ്പ് ഇതിങ്ങനെ പരത്തത്തില്ല, ഷേപ്പ് കിട്ടാഞ്ഞുകൊണ്ട് ഞാനതൊന്ന് പരത്തിയതാണ്. അപ്പോൾ അപ്പമൊക്കെ ഞാൻ ചുട്ടെടുത്ത് അപ്പവും മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു. പക്ഷേ എനിക്കിങ്ങനെയുള്ള അപ്പമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പവും പാലപ്പമൊക്കെ. പണ്ടാടിക്കും കൊടുക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഞാൻ
ഒരു ചായ കുടിക്കാനായിട്ട് എനിക്ക് ഒരു ഗ്ലാസ് ചായ എടുത്ത് പിന്നെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം പിന്നെ ഞാനും ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് മട്ടൻ വാങ്ങിക്കാൻ പോകണമെന്ന് അങ്ങനെ പെട്ടെന്നുള്ള പരിപാടികളെല്ലാം ചെയ്ത് തീർക്കണമായിരുന്നു. ഇന്നലത്തേക്ക് ഇത്തിരി ഉച്ചയ്ക്ക് പെട്ടെന്നുള്ള എമർജൻസിയിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അർജൻറ്റ് വേണമായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ മട്ടൻ വാങ്ങിക്കാൻ പോയി. ഞങ്ങൾ ഒരിടത്തല്ല, അവിടെ ദാണ്ട ഒരു 4-5 കടകൾ കയറി. എല്ലായിടത്തും വിലയൊന്നും തിരക്കണം. നമ്മൾ ആദ്യമായിട്ടാണ് ഈ വാങ്ങിക്കുന്നത്. അവിടെ ഒരു ആട്ടിൻകുട്ടി കുഞ്ഞ് നിൽക്കുന്ന കണ്ടില്ലേ. കാരണം ഞങ്ങളിവിടെ ഞാൻ 1-2 പ്രാവശ്യം ഇവിടെ, അത് കുറേ വർഷമായെന്ന് തോന്നുന്നു, മട്ടൻ വാങ്ങിച്ച് ഇവിടെ അങ്ങനെ അത്ര അങ്ങോട്ട് ചില മട്ടൻ ഒരു ടേസ്റ്റ് വ്യത്യാസം പോലുണ്ട്. അപ്പം നമുക്കറിയത്തില്ലല്ലോ മട്ടനൊക്കെ, നമ്മളങ്ങനെ വാങ്ങിച്ച് ശീലമില്ലല്ലേ. ഇവിടെ താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിക്കത്തുമില്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വില പോലും നമ്മളങ്ങനെ പെട്ടെന്ന് ഇപ്പം ബീഫിൻ്റെ ഒക്കെ വില ചോദിക്കുവാണെങ്കിൽ നമുക്ക് ആൾക്കാരടുത്ത് പറയാം. പക്ഷേ ഇതിൻ്റെ നമുക്ക് പറയാക്കത്തില്ലേ. അപ്പം നോർമൽ മട്ടൻ്റെ വില ഇപ്പോൾ അവിടെ നടക്കുന്നത് 800, ചിലയിടത്ത് 7 to 8, 20 രൂപയുടെ വ്യത്യാസം. അങ്ങനെ ഞാൻ ഇത് അല്ലാതെ അച്ചാറിടാനായിട്ട് ബോൺലെസ് ആണെങ്കിൽ 1200. അങ്ങനെ പല കട 5 എടുത്ത് ചോദിച്ചാൽ 5 എടുത്തും സെയിം വിലയാണ്. അപ്പം ഞാനത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് താണ്ട വീണ്ടും അതിൻ്റെ അകത്ത് കണ്ടില്ല ഇത്രയും വല പോലെ നെയ്യല്ല ഫാറ്റ് പോലെ അതൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ ഇത്രയും വെട്ടി മാറ്റി. അതും എനിക്ക് നഷ്ടമല്ലേ. അത് ഞാൻ പറയാം സ്വർണ്ണത്തിൻ്റെ വിലയായിട്ട് നമ്മൾ കുറേ അമ്മമാരടുത്ത് പറഞ്ഞു വെട്ടി മാറ്റിച്ച്. അപ്പോൾ റേച്ചാൻ പറഞ്ഞായിരുന്നു അവിടെ നിന്ന് വെട്ടിക്കൊണ്ട് വരാം, അപ്പം ഇതിനി കുളമാക്കി കളയുമെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു. അപ്പോൾ റേച്ചാൻ പറഞ്ഞ അങ്ങാർ പറഞ്ഞായിരുന്നു പീസാക്കി ഒരങ്ങാർ തരും. പീസെന്ന് പറഞ്ഞാൽ ഈ മട്ടൻ്റെ ഇതിൽ നിന്ന് ഇങ്ങനെ മുഴുവനെ പീസായിട്ട് ഒരങ്ങാരുടെ കൊടുക്കും. അയാളാ പിന്നെ നമുക്ക് ചെറിയ പീസാക്കി തരുന്നത്. അപ്പം ഞാനത് കേട്ടില്ല. അങ്ങാർ പറഞ്ഞെന്ന് അന്നേരം ഇത് ഫാറ്റ് ഇത് എടുത്ത് കളയാമെന്ന്. അപ്പം ഞാൻ റീച്ചാൻ പറയാൻ വയ്യായിരുന്നോ, തൂക്കം എടുത്തിട്ട് ഇത് എടുത്ത് കളഞ്ഞാൽ നമുക്ക് നഷ്ടമല്ലേ. ഇതൊരു 1/4 കിലോയിലും പോയി കാണത്തില്ലേ. നമ്മളിപ്പോൾ ഒരു 1.5 കിലോ വാങ്ങിച്ചാലേ നമുക്ക് 1 കിലോ അച്ചാർ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തുമാത്രം വിലയാവും. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ പിന്നെ അതിൻ്റെ അതല്ല ഇപ്പോൾ 1 കിലോ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലായിരുന്നു, തന്നെ വീട്ടിൽ ഇരുന്ന് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇത്രയും അതിൻ്റെ മേളത്തെ തൊലിയൊക്കെ എടുത്തുക ആദ്യമായിട്ടുള്ള സംഭവമല്ലേ. പക്ഷേ ഉണ്ടാക്കിയുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് കുറച്ച് നേരം ഇട്ടിട്ട് പിന്നെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ച്. ഇതാകുമ്പം ബീഫിൻ്റെ കൂട്ടല്ല, ഞാൻ കുറേ കുരുമുളകൊക്കെ നന്നായി ഇതിൻ്റെ അകത്ത് അങ്ങ് ചേർത്ത് എന്നിട്ടത് വറുത്ത് കോരിയിട്ട് അതിപ്പം മസാലകളെല്ലാം ചേർത്ത് അച്ചാറാക്കി. അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ഇവർക്ക് അങ്ങനെയൊക്കെ അങ്ങ് നിന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പിന്നെ കഴുകണമായിരുന്നു. അന്ന് പക്ഷേ നല്ല തിരക്കാണ്. ഞങ്ങൾ രാവിലെ 11:30 പോയിട്ട് 1:30 വന്നത്. ഞങ്ങൾ വന്നപ്പോഴാണ് അനുവും തൂത്ത് തുടയ്ക്കാൻ വന്നത്. പിന്നെ വന്നിട്ട് ഞാനിതെല്ലാം ചെയ്ത് പിന്നെ അപ്പോഴത്തെ സമയം കുറേ ആയി. പിന്നെ വൈകിട്ടാണ് എല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ടാണ് ഞാൻ ഒരു പയർ ഞാൻ അരിഞ്ഞ് വെച്ചായിരുന്നു, പയർ തോരൻ വെക്കാനായിട്ട് ചെയ്തത്. അപ്പോൾ രാത്രി ആകുമ്പം എല്ലാവർക്കും ചോറൊക്കെ കഴിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ വേണമല്ലേ. അപ്പം ഞാൻ പിന്നെ സവാളയൊക്കെ എടുത്ത് പയർ ഞാൻ അരിഞ്ഞ് വെച്ചായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ഇന്ന് കാരണം ഞാൻ പറഞ്ഞതിൽ 3-4 നമുക്ക് ശീലം ഉണ്ടെങ്കിൽ പോട്ടെന്ന് പറയാം. 3-4 പോയി തിരക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അപ്പം 6ാമത്തെ കടയിൽ പോയപ്പോഴാണ് അവർക്കാണ് വിധിച്ചത്. 6ാമത്തെ കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഒരു ഏരിയയിലുണ്ട്, അവിടെ മൊത്തം ഇങ്ങനെ അടുത്തടുത്ത് ഈ മുസ്ലിം ഏരിയ, അവിടെ ഇങ്ങനെ മട്ടനും ബീഫും ഒക്കെ കൊടുക്കുന്നിടമാണ്. അപ്പം ഞങ്ങൾ എന്തിച്ചാൽ അവിടെ ഇത്തിരി കുറവ് കാണുമെന്ന്. പക്ഷെ അവിടെയും കുറവൊന്നുമില്ല, എല്ലായിടവും സെയിം തന്നെ. സത്യം പറഞ്ഞാൽ ഇതുണ്ടാക്കി അത് ഫിനിഷിങ് ആവുന്നിടം വരെ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് പോളിനൊന്നും ഇത് മട്ടൻ്റെ കറി വെച്ചാൽ അത്ര താല്പര്യമല്ല എൻ്റെ ടേസ്റ്റൊന്നും. ഇത് അച്ചാറുണ്ടാക്കിയിട്ട് ആർക്കും മനസ്സിലായില്ല ഇന്ന അച്ചാറാന്നുള്ളത്. കാരണം ഒരു വിനാഗിരിയൊക്കെ നമ്മൾ ചേർക്കുമ്പോഴേ അപ്പം ഞാൻ ഇങ്ങനെ അടുത്ത പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ചില മട്ടൻ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്ന്. അപ്പോൾ ഒരാൾ എന്നോട് പറയുക, ചില ആടുകൾ മൂത്രം കുടിക്കുന്ന ആളുണ്ട്, അതിൻ്റെതിനായിരിക്കും ഈ ടേസ്റ്റ് വ്യത്യാസമൊന്നും എനിക്കറിയത്തില്ല. എന്നോട് പലരും മട്ടൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഒന്ന് തപ്പട്ടെ. ആ പഴയ പ്രാവശ്യം ഞാൻ ഇട്ടായിരുന്നൊരു മട്ടൻ്റെ റെസിപ്പി, അതുണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ ലിങ്ക് തരാം. അല്ലാതെ ഇവിടെ വെറുതെ ഇത്രയും അന്യായ വില കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇവരൊന്നും റേച്ചൻ കഴിക്കും. പിന്നെ അത്ര അങ്ങ് വലിയ ഇതായിട്ടൊന്നും അങ്ങനെ കഴിപ്പില്ല. പക്ഷേ പിള്ളേരൂടെ കഴിക്കാതെ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പ്രൈസമ്മോൻ ഉപ്പ് നോക്കാൻ വരും. പോള് നന്നായിട്ട് കറക്റ്റ് എന്തോന്നുള്ളത് പറയും. പ്രൈസമ്മോനും നോക്കിട്ടോ
മമ്മി ഇത്ര ഇട്ട അച്ചാറിൽ എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ്. ചുമ്മാ അവൻ പറയുന്നത് കേട്ടോ. മറ്റവൻ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. അവൻ നല്ല കറക്റ്റ് നോക്കി പറയും. ഉപ്പ് കരിയല്ല, പുളിയല്ല. ഉണ്ടാക്കി പോളുമോനൊന്ന് ടേസ്റ്റ് ചെയ്യാതെ എനിക്കൊരു സമാധാനം കാണത്തില്ല. അവനാണ് എൻ്റെ ഗുരു എന്ന് പറയാം. ഗുരു എന്ന് വെച്ചാൽ ഈ ടേസ്റ്റ് നോക്കാൻ അവന് നന്നായിട്ടറിയാം. അപ്പം ഞാനേ പയറൊക്കെ നമ്മുടെ ഈ പരുവായി ഒരു ഇച്ചിരി ആ പയർ കൊണ്ടുവന്നത് കൂടുതലും മുറ്റിയ പയറായിരുന്നു, കൂടുതലും പൊളിക്കാനുള്ളതായിരുന്നു. പക്ഷേ ടേസ്റ്റ് ഇങ്ങനെയുള്ള പയർ തോരനാണ്, പൊളിക്കാനുള്ളത് കൂടുതൽ, കുറച്ച് പൊളിച്ചിട്ടതും അരിഞ്ഞിട്ടതുമായിട്ട്. അത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നമ്മുടെ തോരനൊക്കെ റെഡിയായി. പിന്നെ എനിക്ക് അച്ചാർ ഇന്ന് തന്നെ പാക്ക് ചെയ്യണമായിരുന്നു. വൈകുന്നേരമാണ് അത് നന്നായി അത്രയും ലിക്വിഡ് വെച്ചിരുന്നതാണ്, ഡ്രൈ ആയി. പിന്നെ പെട്ടെന്ന് ബോട്ടിലുകളിലാക്കണമായിരുന്നു. നാളെ തന്നെ ബോംബെ തന്നെ ഉള്ള ആൾക്കാരുന്ന് നാളെ തന്നെ കൊറിയറും ചെയ്യണമായിരുന്നു എനിക്ക്. പക്ഷേ ചിലർ പറയും മട്ടന് നല്ല വേവാണ്. പക്ഷേ ഇത് ഒരു 4-5 വിസിലടിച്ച് അത്രേ ചെയ്തതേ ഉള്ളൂ. ബീഫിനാണെങ്കിൽ അതിനേക്കാൾ ഞാൻ ചിലപ്പോൾ അടിക്കേണ്ടി വരും. ഇത് ചിലപ്പോൾ പല ഇതുകൊണ്ടല്ല, കുഞ്ഞ് കാണും, മുറ്റിയത് കാണും, അങ്ങനെയൊക്കെ കാണുമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.